ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ ബഹുമാന്യപ്പെട്ട വികാരി ഷിജു ബേബി എസിനെ ഹാർദവുമായി സ്വാഗതിച്ചു. നമ്മുടെ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വെക്കേഷൻ ബൈബിൾ സ്കൂളിനോടനുബന്ധിച്ച് സമൂഹത്തെ കാർന്നു നിന്ന ലഹരി, അതിൻ്റെ അമിത ഉപയോഗം ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ഈ പേടി സ്വപ്നത്തെ, ഈ ദുരന്തത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഒന്ന് മാറ്റുന്നതിന്, പുതിയൊരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന്, സമൂഹത്തെ സജ്ജരാക്കുന്ന ഒരു ചെറിയ സംവിധാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്. ഇന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ ഈ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നൊക്കെ വേണം നമ്മളുടെ സൺഡേ സ്കൂളിൻ്റെ ഭദ്രാസന വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ഒന്നിനായ ഡോക്ടർ തമ്പി വർഗീസച്ചൻ, അതുപോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ പ്രിയപ്പെട്ട ജി തോമസ് സാർ, പ്രത്യേകിച്ച് എക്സൈസിൻ്റെ ചുമതലയുള്ള പ്രിയപ്പെട്ട അൻഷ സാർ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ നാടിൻ്റെ നല്ലൊരു നാളേക്കായി ലഹരി വിമുക്തമായ നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് നമ്മളാലാവുന്നത് ഈ സമൂഹത്തോട് ചെയ്യുവാനൊക്കെ വേണം സർവശക്തൻ എല്ലാവർക്കും ബലം നൽകട്ടെ എന്ന ഏറെ ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. चढ़ने लगा थोड़ा हार्ड सा होके, थोड़ा जेंटल सा होके, थोड़े ഈ സാമൂഹിക വിപത്തിനെതിരെ നമുക്ക് അണിചേരാം. ലഹരി ഉപേക്ഷിക്കൂ, ജീവിതത്തെ സ്നേഹിക്കൂ. ജീവിതമാണ് ലഹരി. എന്താണ് ഇന്ന് നടക്കുന്ന ഈ ഫ്ലാഷ് മോബിന്റെ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പ്ലക്കാർഡുകൾ തന്നെയാണ് OVBSന്റെ നേതൃത്വത്തിൽ OVBSന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത്. സമയം കൂടുതൽ നിങ്ങൾക്കായി മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. താങ്ക് യു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വേണ്ട. നീ എവിടെയായിരുന്നു ഇത്ര നേരം? നീ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെ പോകുന്നു, എന്തെടുക്കും നിങ്ങൾക്കറിയോ? മോനെ, ആ നശിച്ച കൂട്ടുകാരോട് കൂട്ടുപെട്ട് വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ.
കടിപ്പിടില്ലൊരു നാളും നാം ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടില്ലൊരു നാളും നാം വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കണക്കെ കിട്ടുയർത്തി ശിരസ്സുയർത്തി ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടില്ലൊരു നാളും നാം. ലഹരി എന്ന മഹാവിപത്തിനെതിരെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാർ ഒന്നിച്ച് പോരാടുന്നതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ നടന്നു വരുന്നത്. വിവിധ രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലകളിലും എല്ലാം സാംസ്കാരിക രംഗത്തുമെല്ലാം പ്രവർത്തിക്കുന്ന ആൾക്കാർ കൂട്ടത്തോടുകൂടി ലഹരി എന്ന മഹാവിപത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മനുഷ്യജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടം, വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും അധികം ആഹ്ലാദവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഈ ആഹ്ലാദം അല്ലെങ്കിൽ ഈ എനർജി എന്ന് പറയുന്നത് അത് ലഹരി പോലെയുള്ള ഈ മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ പോലെയുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിച്ചു കളയാനുള്ളതാണോ? നിങ്ങൾ പോലെയുള്ള ഒരു ലഹരി പരാജയം മറയ്ക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആസക്തി എന്നൊരു രോഗമാണ് ലഹരി ആസക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രോഗത്തിന് ചികിത്സയാണ് ശരിക്കും വേണ്ടത്. അതുകൊണ്ട് ലഹരിക്ക് അടിമപ്പെടുന്നവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് കാണാതെ, അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെന്റും ഒക്കെ കൊടുത്തിട്ട് അവരെ കൂടി നമ്മൾ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാലാവസ്ഥ വളരെ മോശമാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച, ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ച ജീവിതമാണ് ലഹരി എന്ന് പറയുന്ന ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ച സെന്റ് മേരീസ് ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി ഡിസ്ട്രിക്ട് സെക്രട്ടറി സൈമൺ തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നവരെ രക്ഷപ്പെടുത്തുവാൻ പരമാവധി പരിശ്രമിക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് സഭയ്ക്കായും യത്നിക്കുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പങ്കെടുത്ത എല്ലാവർക്കും